2021 റിലീസായ ബ്രെയിൻ ഫ്രീസ് എന്ന ഒരു കിടുക്കൻ സോംബി ചിത്രവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് തന്നെ വിശാലമായ ഒരു മൈതാനത്ത് പരീക്ഷണം നടത്തുന്ന ഒരു ബയോ കെമിക്കൽ കമ്പനിയെ കാണിച്ചുകൊണ്ടാണ്. അതൊരു ഗോൾഫ് മൈതാനിയാണ്. അറിയാലോ, അത്തരം മൈതാനങ്ങളിൽ നല്ല പുല്ല് ഇടതൂർന്ന് തറ പറ്റിപ്പിടിച്ച് വളർന്നു നിൽപ്പുണ്ടാവും. അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണല്ലേ ഗോൾഫ് കളിക്കാനായി. അത്തരം പുല്ലുകൾക്ക് മഞ്ഞുകാലത്ത് മഞ്ഞ് പറ്റിപ്പിടിക്കാതെ ഗോൾഫ് ഏത് സമയവും കളിക്കാൻ പാകത്തിന് അവ നല്ല സുന്ദരമായി നിലനിൽക്കാനായിട്ടുള്ള ഒരു പരീക്ഷണമാണ് അവിടെ നടക്കുന്നത്. അറിയാലോ, പണക്കാരുടെ ഒരു ഇഷ്ട വിനോദമാണ് ഗോൾഫ് കളിക്കുക എന്നത്. അപ്പോ മഞ്ഞുകാലത്ത് മഞ്ഞൊക്കെ മൂടിക്കിടന്നാൽ അതൊട്ടും തന്നെ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഈ മൈതാനത്തിലെ പുല്ലുകൾക്ക് മഞ്ഞ് പിടിക്കാത്ത രീതിയിൽ ഒരു ബയോ കെമിക്കൽ കമ്പനി ചില രാസമരുന്നുകളൊക്കെ അതിനുവേണ്ടി പ്രത്യേകമായി തയ്യാറാക്കി അതിവിടെ പരീക്ഷിക്കുകയാണ്. ഈ പരീക്ഷണം പക്ഷെ അതീവ രഹസ്യമായാണ് നടത്തുന്നത്. ഒരു ദ്വീപിലാണ് ഈ ഒരു ഗോൾഫ് മൈതാനി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതങ്ങനെ അതീവ രഹസ്യമായി ഇവിടെ പരീക്ഷണം നടത്തുക എന്നത് അവർക്കത്ര പാടുള്ള കാര്യവുമല്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ദ്വീപിൽ തന്നെ താമസിക്കുന്ന ആൻഡ്രി എന്ന ഒരു പയ്യനെയാണ്. ആൻഡ്രിക്ക് അമ്മയും ഒരു കുഞ്ഞനീത്തിയുമാണ് ഉള്ളത്. കൂടാതെ അമ്മ ജോലിക്കൊക്കെ പോകുമ്പോൾ അനീത്തിയെ നോക്കാനായി സഹായത്തിന് ഒരു സ്ത്രീയുമുണ്ട്. അവരുടെ പേര് കമീലി എന്നാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ കഥ നടക്കുന്നത് ഒരു ദ്വീപിലാണ്. ആ ഒരു ദ്വീപില് ആളുകളെ ഗാർഡ് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് പോലീസ് അല്ല ഉള്ളത്, മറിച്ച് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരാണ്. അതിലൊരാളായിരുന്നു ഡാൻ. ഡാനും ഡാനിന്റെ മകളുമാണ് ഇവിടെ താമസിക്കുന്നത്. മകളുടെ പേര് പെട്രീഷ്യ എന്നുമാണ്. പെട്രീഷ്യ ജോലി ചെയ്യുന്നതാവട്ടെ നമ്മൾ കഥയുടെ തുടക്കത്തിൽ ഒരു ഗോൾഫ് മൈതാനി കണ്ടില്ലേ, അത് നടത്തുന്ന ഓഫീസിലാണ്. ആ ഒരു ഗോൾഫ് മൈതാനിയും ആ ഗോൾഫ് ക്ലബും ഒക്കെ നോക്കി നടത്തുന്നത് മൈക്കിൾ എന്ന ഒരാളുമാണ്. അപ്പൊ മൈക്കിളിന്റെ സ്റ്റാഫാണ് പെട്രീഷ്യ. അങ്ങനെ മകളെ ഡ്രോപ്പ് ചെയ്യാനായി പോകുന്ന ഡാൻ ആകട്ടെ അന്ന് അതിന്റെ ഉടമയായ മൈക്കിൾ അവിടെ മൈതാനിയിലെ പുല്ലൊക്കെ വളരെ കാര്യമായി നോക്കി നിൽക്കുന്നത് കാണുന്നു. മൈക്കിള് നോക്കുന്നത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഇവിടെ പുല്ലിൽ മഞ്ഞ് പിടിക്കാതിരിക്കാനായി അടിച്ച രാസമരുന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരിറ്റ് മഞ്ഞ് ആ പുല്ലിൽ പറ്റി പിടിച്ചിട്ടില്ല എന്ന കാര്യം കൊണ്ടാണ്. ഡാൻ ആകട്ടെ ഇതെന്താ ഇങ്ങനെ ചുറ്റോട് ചുറ്റും മഞ്ഞ് വീണിട്ടും എന്തുകൊണ്ട് ഈ പുല്ലിൽ മാത്രം മഞ്ഞില്ലാന്ന് അന്തം വിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അതിനെപ്പറ്റിയൊന്നും ഡാനിന് അറിയില്ല. കാരണം അതീവ രഹസ്യമായിട്ടാണ് മൈക്കിൾ ആ ഒരു രാസമരുന്ന് ഇവിടെ ഉപയോഗിച്ചത്. അങ്ങനെ അന്നത്തെ ദിവസം 2 VIP ഗസ്റ്റുകൾ മൈക്കിളിന്റെ ഗോൾഫ് ക്ലബിലേക്ക് എത്തുന്നു. അവർ ഗോൾഫ് കളിക്കുമ്പോൾ അസിസ്റ്റ് ചെയ്ത് പെട്രീഷ്യയും നിൽപ്പുണ്ട്. അവർ അടിച്ചുവിടുന്ന ഗോൾഫ് ബോൾ കറക്റ്റ് ആ ഒരു ഹോളിലേക്ക് ചെന്ന് വീഴുന്നു. അതിനടിയിലാണെങ്കിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ആ വെള്ളക്കെട്ടിലെ വെള്ളം ഈ ഒരു സ്ഥലത്ത് മാത്രം ഉപയോഗിക്കുന്നതായിരുന്നില്ല. ആ ഒരു ദ്വീപിലെ തന്നെ എല്ലാവരും ഈ ഒരു വെള്ളക്കെട്ടിനെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത് അവരുടെ വെള്ളത്തിന്റെ ആവശ്യങ്ങൾക്ക്. അത് പാചകത്തിനായാലും മറ്റാവശ്യങ്ങൾക്കായാലും. ആ ഒരു വെള്ളക്കെട്ടിലേക്ക് രാസവസ്തു അടിച്ച ആ പുല്ലിലൂടെ ഉരുണ്ടുവന്ന പന്ത് വീണതോടുകൂടി പന്തിൽ പറ്റിപ്പിടിച്ചിരുന്ന രാസവസ്തുവിലെ വൈറസുകൾ വെള്ളത്തിലേക്ക് ആവുകയും തുടർന്നത് പെറ്റുപെരുകുകയും ചെയ്യുന്നു. തുടർന്നത് വളരെ പെട്ടെന്ന് തന്നെ ആ വെള്ളം മുഴുവൻ ഉപയോഗയോഗ്യമല്ലാതെ മാറ്റിയെടുക്കുകയാണ്. പക്ഷെ ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ എന്നത്തെയും പോലെ ആ വെള്ളം കുടിക്കാനായി ഒരാൾ എടുക്കുന്നത് നമുക്ക് കാണാം. തുടർന്ന് അത് കുടിച്ച ശേഷം അയാളുടെ ശരീരത്തിൽ വൻ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അയാളുടെ കണ്ണും പല്ലും എല്ലാം ഒരുമാതിരി പച്ച നിറത്തിലേക്ക് മാറുന്നു. രക്തത്തോട് അമിതമായ ആവേശം തോന്നുന്ന അയാൾ കുളിച്ചുകൊണ്ടിരുന്ന സ്വന്തം ഭാര്യയെ തന്നെ കടിച്ചു കീറി കൊല്ലാണ്. അയാളെ പോലെ തന്നെ അല്പം കഴിഞ്ഞ് അയാളുടെ കടിയേറ്റ ഭാര്യയും ഒരു സോംബിയായി മാറുന്നു. ഇവിടെ ഈ കാര്യം നടക്കുന്നത് പോലെ തന്നെ ആ വെള്ളം ഉപയോഗിക്കുന്ന ഓരോരുത്തരായി അതുമൂലം അഫക്റ്റഡ് ആയി സോംബിയായി മാറി മറ്റുള്ളവരെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. മൈക്കിളിന്റെ ഗോൾഫ് മൈതാനിയുടെ അവിടെയും സോംബികളുടെ വിളയാട്ടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം കുടിച്ച ഒരു ഡോഗ് പോലും അവിടെ സോംബിയായി മാറി. ആ ഡോഗ് ആകട്ടെ മുന്നേ നമ്മൾ കണ്ട VIP ഗസ്റ്റുകളുടേതായിരുന്നു. അത് ആ ഗസ്റ്റിനെ തന്നെ കടിച്ചു കീറി സോംബിയാക്കുന്നു. ഇത് കണ്ടു നിന്ന മൈക്കിളും മറ്റൊരാളും വേഗം എസ്കേപ്പ് ആവാനായി ബിൽഡിങ്ങിനകത്തേക്ക് ഓടിക്കയറി കഥ അടയ്ക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഇവരെ ലക്ഷ്യമാക്കി ഓടി വന്ന മറ്റു സോംബികളിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. പക്ഷേ ആ ഡോഗ് അപ്പോഴേക്കും അകത്ത് കയറി മൈക്കിളിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ആളിനെ കടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാളും സോംബിയായി മാറി മൈക്കിളിനെ തുരത്തുമ്പോ ഓടി ഒരു റൂമിനകത്ത് കയറി ഒളിച്ച് അയാൾ അഭയം പ്രാപിക്കുന്നു. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോ ഇതറിയാത്ത കുറച്ചു പേരുണ്ടല്ലോ. അങ്ങനെ എന്ത് ഈ ഒരു ബഹളമൊക്കെ കേൾക്കുന്നത് എന്ന് ഡൗട്ട് തോന്നുന്ന ഒരു സ്ത്രീ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡായ ഡാനിനെ വിവരം അറിയിക്കുന്നു. ഡാൻ അവരുടെ കംപ്ലൈന്റ് കേട്ട് എന്താണെന്ന് അന്വേഷിക്കാൻ പോകുന്ന ആ ഒരു ഞൊടിയിടയിൽ തന്നെ അവരൊരു സോംബിയായി മാറുന്നു. സോംബികളുടെ കടിയേറ്റ് മാത്രമല്ല സോംബിയായി മാറുന്നത്, ഓൾറെഡി ആ ഒരു വൈറസ് മൂലം ഇൻഫെക്ഷൻ നിറഞ്ഞതായി മാറിയ ആ ഒരു വെള്ളം ഉപയോഗിക്കുന്നവരും സോംബികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ 2 രീതിയിലൂടെ വളരെ പെട്ടെന്ന് ആ ഒരു ദ്വീപിലുള്ള ആളുകൾക്കിടയിൽ സോംബികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ഇപ്പോ സോംബിയായി ഡാനിനെ ആക്രമിക്കാനായി വരുമ്പോ ഒരുവിധമാണ് തന്റെ വാഹനത്തിലേക്ക് വന്ന് കയറുന്നത്. ഉടനെ തന്നെ ഡാനിനെ പോലെ ഇവിടെ ഗാർഡുകളായി ജോലി ചെയ്യുന്ന മറ്റുള്ളവരെയും ഡാന്റെ ഇതുപോലെ ആളുകൾ സോംബികളായി മാറി ആക്രമിക്കുന്നു എന്ന വിവരം കൈമാറുന്നു. ഒപ്പം തന്നെ പെട്രീഷ്യ വിളിച്ചും ഇങ്ങനൊരു കാര്യം നമ്മുടെ ദ്വീപിൽ നടക്കുന്നുണ്ട് എന്നറിയിക്കുകയാണ്. അപ്പോഴേക്കും പെട്രീഷ്യ ഉള്ള ഗോൾഫ് ക്ലബിന്റെ അവിടെ മുഴുവൻ സോംബികളാണെന്ന് മനസ്സിലാക്കുന്ന ഡാൻ വേഗം തന്നെ മകളെ രക്ഷിക്കാനായി പുറപ്പെടുന്നു. ഇതേ സമയം ആ വെള്ളം കുടിച്ച് അത്
അതുമൂലം ഇൻഫെക്റ്റഡ് ആയി മാറിയിട്ടുണ്ടായിരുന്നു ആൻഡ്രയുടെ അമ്മ. അവർ ആൻഡ്രയെ ആക്രമിക്കാനായി വരുമ്പോഴേക്കും അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നു. അമ്മ വിടാതെ പിറകെ ഓടി ചെല്ലുന്നുണ്ടെങ്കിലും ഭാഗ്യവശാൽ അതുവഴി വരുന്ന ഡാനിന്റെ വണ്ടി ആൻഡ്രയുടെ അമ്മയെ ഇടിച്ചു തെറിപ്പിക്കുന്നു. ആൻഡ്രയെ കാണുന്ന ഡാൻ വേഗം തന്നെ വീട്ടിനകത്ത് കയറി ഒളിച്ചിരിക്കാനായി അവന് നിർദ്ദേശം നൽകുകയാണ്. അങ്ങനെ ഡാൻ അവിടെ നിന്ന് പോകുമ്പോ ആദ്യം ആൻഡ്രയെ ഒന്ന് പകയ്ക്കുന്നുണ്ട്. പക്ഷെ അവൻ വേഗം തന്നെ അവിടേക്ക് മറ്റു സോംബികൾ ഓടിയെത്തുന്നത് കാണുമ്പോൾ വണ്ടി ഇടിച്ച് കിടന്നിരുന്ന സോംബിയായി അവന്റെ അമ്മയെ വലിച്ചുകൊണ്ട് നേരെ വീട്ടിനകത്തേക്ക് കയറി കഥ കടക്കുന്നു. പുറത്തുള്ള സോംബികളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലും അകത്തേക്ക് എത്തി അവൻ അമ്മ ഒരു സോംബി ആയതുകൊണ്ട് തന്നെ നേരെ ബാത്റൂമിനകത്തിട്ട് അമ്മയെ അടക്കിയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ ദ്വീപില് വലിയ സോംബി വിളയാട്ടം ആകുമ്പോൾ ഈ ദ്വീപിൽ നിന്ന് പുറത്തേക്കുള്ള പാത്ത് അവർ ക്ലോസ് ചെയ്യാണ്. ഒരേ ഒരു വഴിയിലൂടെ ഈ ദ്വീപിനകത്തേക്കും പുറത്തേക്കും പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്ക് പടരാതിരിക്കാനായിട്ടാണ് അവർ ആ പാത്ത് ക്ലോസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ സോംബികൾ കൂടുതലായി കാണപ്പെടുന്ന സ്ഥലങ്ങളിൽ ഹെലികോപ്റ്ററിന്റെ സഹായത്തോടു കൂടി സ്ഫോടക വസ്തുക്കൾ പ്രയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സോംബികളിൽ നിന്ന് രക്ഷപ്പെടാനായി അവർ ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിന്റെ ഭാഗമായി പവർ സപ്ലൈയും അവിടെ തകരാറിലാവുകയാണ്. ആൻഡ്രയും അവന്റെ കുഞ്ഞനീതിയും സോംബിയായ അമ്മയും മാത്രമാണ് ഇപ്പോൾ ആ വീട്ടിലുള്ളത്. കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്ന കമേലി എന്ന സ്ത്രീയാകട്ടെ ഈ ദ്വീപിന് പുറത്തായിരുന്നു താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോ ദ്വീപിനകത്തേക്ക് വരാനും സാധിക്കുന്നില്ല. പക്ഷെ അകത്ത് അവർ പൊന്നുപോലെ നോക്കിയിരുന്ന ആ കുഞ്ഞു വാവയുടെയും കുടുംബത്തിന്റെ കാര്യമോർത്ത് അവർക്ക് നല്ല ടെൻഷനുണ്ട്. അപ്പോഴേക്കും വീട്ടിൽ അങ്ങനെ ഭക്ഷണ സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ല, എല്ലാം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു എന്നത് മനസ്സിലാക്കുന്ന ആൻഡ്രേ മിച്ചമുണ്ടായിരുന്ന ഭക്ഷണം തന്റെ അനിയത്തിക്ക് കൊടുത്ത് അതിന്റെ വിശപ്പ് മാറ്റുന്നു. ശേഷം അമ്മ വിശന്നിരിക്കുകയായിരിക്കുമോ എന്ന് ചിന്തിച്ചവൻ അമ്മയുടെ വിശപ്പ് മാറ്റാനായി കുറച്ച് പച്ചക്കറികൾ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകാനായി അമ്മയെ പൂട്ടിയിട്ടിരിക്കുന്ന ബാത്റൂമിന്റെ ഡോറ് തുറക്കുന്നു. പക്ഷെ സോംബിയായ അമ്മയ്ക്ക് പച്ചക്കറി അല്ലല്ലോ വേണ്ടത്, മനുഷ്യന്റെ രക്തമല്ലേ. അത് മനസ്സിലാവുമ്പോ അവൻ കൊണ്ടുവന്ന സാധനം അതേപടി തിരിച്ചു കൊണ്ടുപോകാനായി ഒരുങ്ങുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ അവന്റെ കണ്ണിൽ പെടാതെ അവന്റെ കുഞ്ഞനുജത്തി ബാത്റൂമിനകത്തേക്ക് ഇഴഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഡോറ് ക്ലോസ് ചെയ്യാൻ പോകുമ്പോഴാണ് അമ്മ ഇരിക്കുന്ന ആ ഒരു ബാത്ത് ഏരിയയുടെ അവിടെ കുഞ്ഞു പോയി ഇരിക്കുന്നത്. പക്ഷെ കുഞ്ഞിനെ കണ്ട് സോംബി അമ്മ കടിക്കാനായി പാഞ്ഞു വരുമ്പോഴേക്കും അവിടെ ചില്ലും കൊണ്ടുള്ള മറയുള്ളത് കൊണ്ട് കുഞ്ഞ് രക്ഷപ്പെടുന്നതും തലനാട് ഇരക്കായിരുന്നു. ആ ഒരു കാഴ്ച കണ്ട് ആൻഡ്രേ ആകെ ഭയപ്പെടുന്നു. അവൻ വേഗം തന്നെ തന്റെ കുഞ്ഞനുജത്തിയെ അമ്മ കാണാതിരിക്കാനായി അതിനെ രക്ഷിക്കാനായി അവന്റെ നേരെ അമ്മയുടെ ശ്രദ്ധ തിരിക്കാണ്. അങ്ങനെ പതിയെ അവൻ ബാത്റൂമിൽ നിന്ന് അമ്മയും പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് പോകുമ്പോഴേക്കും ഇഴഞ്ഞ് അവന്റെ രക്തം കുടിക്കാനായി കൊതിയോടെ പിറകെ ചെല്ലുന്ന അമ്മയുടെ കൈതട്ടി അവിടുത്തെ TV സ്റ്റാൻഡ് ചെരിയുകയും TV മറിഞ്ഞ് അമ്മയുടെ തലയിൽ വീണ് തല ചിതറി അമ്മ മരിക്കുകയും ചെയ്യുന്നു. അതൊരു സോംബി ആണെങ്കിൽ പോലും ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ആക്രമിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും അവനെ ജീവനോടെ ഉണ്ടായിരുന്നപ്പോ വളരെ കാര്യമായി നോക്കിയിരുന്ന അമ്മയുടെ ഈ ഒരു മരണം അവന് താങ്ങാനാവുന്നില്ല. പക്ഷേ ഇപ്പോ വിഷമിച്ചിരുന്നാൽ തന്റെയും അനിയത്തിയുടെയും കാര്യം പോക്കാണെന്ന് മനസ്സിലാക്കുന്ന അവൻ എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിക്കുകയാണ്. പതിയെ വീടിന് പുറത്തേക്ക് എത്തി നോക്കുമ്പോ വീടിന് ചുറ്റും ധാരാളം സോംബികളെ അവൻ കാണുന്നു. അവൻ അവറ്റകളെ ഡൈവേർട്ട് ചെയ്യാനായി വീടിന്റെ കതക് തുറക്കുന്നു. നോക്കുമ്പോ അകത്തൊരു പൂച്ചയെ കണ്ട് സോംബികൾ അതിന്റെ പിറകെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്ന ഗ്യാപ്പില് അനിയത്തിയും എടുത്തുകൊണ്ട് ആൻഡ്രേ പതിയെ വെളിയിലേക്ക് ഇറങ്ങുന്നു. പക്ഷെ ആ സമയത്ത് പുറത്തുള്ള മറ്റു ചില സോംബികൾ അവനെ കാണുകയും പിന്തുടരുകയും ചെയ്യുന്നു. ഭാഗ്യവശാൽ അവനെ ഡാൻ കാണുകയും അവരിപ്പോ ഉള്ളത് ഒരു സൂപ്പർ മാർക്കറ്റിനകത്താണ്. അവിടെ അത്യാവശ്യം ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ട് നല്ല വിശപ്പുണ്ടായിരുന്ന ആൻഡ്രേ നിൽക്കുമ്പോഴാണ് അവന്റെ കയ്യിൽ നിന്ന് അനിയത്തി പതിയെ മാറിപ്പോകുന്നത്. അവൻ ആ കുട്ടിയുടെ പിറകെ ചെല്ലുമ്പോൾ അവിടെ ഒരു റൂമിനകത്ത് ഒരു സോംബിയെ ആൻഡ്രേ കാണാണ്. ആ സമയം കൂടെ ഉണ്ടായിരുന്ന ഡാൻ ഇത് തന്റെ മകളാണെന്നും അവളും ഇതുമൂലം ഇൻഫെക്റ്റഡ് ആയി എന്നും അറിയിക്കുന്നു. ഇതേ സമയം തന്റെ ഗോൾഫ് ക്ലബിനകത്ത് തന്നെ കുടുങ്ങിക്കിടക്കുന്ന മൈക്കിൾ അപ്പോഴേക്കും എവിടെ നിന്നാണ് ഇതിന്റെ ഒക്കെ തുടക്കമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. രാസവസ്തുക്കൾ തന്റെ ഗോൾഫ് ക്ലബിലെ മൈതാനിയിലെ പുല്ലുകളിൽ അടിച്ചതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്ന അയാൾ വേഗം തന്നെ ആ കമ്പനിയെ കോൺടാക്ട് ചെയ്ത് സാഹചര്യം പറഞ്ഞ് തന്നെ രക്ഷിക്കാനായി അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് ആ കമ്പനി 2 യുവതികളെയാണ് മൈക്കിളിനെ രക്ഷിച്ചു കൊണ്ടുവരാനായി അയക്കുന്നത്. ആ സ്ത്രീകൾ മൈക്കിളിന്റെ അടുത്ത് എത്തുന്നുണ്ട്. മൈക്കിളിനെ അവർ ഇതിനുള്ള ആന്റിഡോസ് കാണിക്കുന്നു. മൈക്കിൾ അത് എടുക്കുമ്പോഴേക്കും അപ്രതീക്ഷിതമായി അവർ മൈക്കിളിനെ ആക്രമിക്കുകയാണ്. തങ്ങളുടെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്ന പിഴയാണ് ഇതിന് കാരണമെന്ന് പുറം ലോകം അറിയാതിരിക്കാനായി അവർ മൈക്കിളിനെ കൊല്ലുന്നു. പക്ഷെ അതിനു മുന്നേ തന്നെ മൈക്കിൾ ഇവരുടെ കൂടെ ചേർന്ന് കമ്പനിക്കെതിരായി ഇവിടെയുള്ള തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഉപയോഗിച്ച ആ രാസമരുന്നിന്റെ അവശിഷ്ടങ്ങളെല്ലാം. എന്തായാലും മരണശേഷം അയാളുടെ മൃതദേഹം അങ്ങനെ വലിച്ചഴിച്ചവർ കൊണ്ടുപോകുന്ന സമയം കയ്യിലുണ്ടായിരുന്ന ആന്റിഡോസ് താഴെ വീണ് പോകുന്നത് ആ സ്ത്രീകൾ ശ്രദ്ധിച്ചില്ല. അപ്പോഴേക്കും ഡാനും ആൻഡ്രിയും സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ സമയം ഇത് പടർന്നു പിടിച്ചെങ്കിൽ തീർച്ചയായും ഇതിന്റെ സ്രോതസ് വെള്ളത്തിൽ നിന്നാകാം. പക്ഷെ എന്തുകൊണ്ട് വെള്ളം ഇത്തരം വൈറസുകളാൽ ഇൻഫെക്റ്റഡ് ആയി എന്നത് അന്വേഷിച്ച് കണ്ടുപിടിച്ചാലേ നമുക്ക് ഇതിനുള്ള മറുമരുന്ന് എളുപ്പമെന്ന് തയ്യാറാക്കാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ വാട്ടർ അതോറിറ്റി വരെ പോകണമെന്ന് ഡാൻ പറയാണ്. തുടർന്ന് ആൻഡ്രി തന്റെ അനിയത്തിയുടെ കൂടെ ഡാനിന്റെ കൂടെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. കൂടെ ഇവർ പെട്രീഷ്യം കൊണ്ടുവന്നുണ്ട്. അവൾ കടിക്കാതിരിക്കാനായി പ്രൊട്ടക്ഷൻ വെച്ചാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഇവർ അവിടെ എത്തുന്നു. കുഞ്ഞനീത്തിയെ വണ്ടിക്കകത്ത് തന്നെ ഇരുത്തി പെട്രീഷ്യയുടെ കൂടെ അവളെ വണ്ടിയിൽ ഇരുത്തിയാൽ കുഞ്ഞിനത് ചിലപ്പോൾ അപകടമാകാം എന്ന ഒരു ധാരണയിൽ കൂടെ കൂട്ടിയാണ് അവർ ആ ബിൽഡിങ്ങിനകത്തേക്ക് കടക്കുന്നത്. പക്ഷെ ആ സമയം പെട്രീഷ്യ അവിടെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുമ്പോൾ അവളെ രക്ഷിക്കാനായി ഡാൻ ശ്രമിക്കുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു സോംബി ഡാനിനെ ആക്രമിക്കാനായി വരുന്നു. തുടർന്ന് ആ സോംബിയിൽ നിന്ന് ഡാനിനെ രക്ഷിക്കാനായി ആൻഡ്രേ അതിനെ ഡൈവേർട്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഡാൻ തന്റെ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ സോംബി വണ്ടി പൊളിച്ച് അകത്ത് കടക്കാനായി ശ്രമിക്കുന്നു. ഇതേ സമയം പെട്രീഷ്യ വെള്ളത്തിൽ വീണ്
കിടക്കാണല്ലോ. അവളെ രക്ഷിക്കാനായി ഡാൻ പിടിച്ചു വലിക്കുമ്പോൾ അവളുടെ കൈ ഊരി വരുന്നുണ്ട്. ശരീരമെല്ലാം അഴുകി തുടങ്ങിയിട്ടുണ്ട്. തന്റെ മകളുടെ ഈ അവസ്ഥ കണ്ട് ഡാനിന് വളരെ വിഷമം വരുന്നു. ഒരുവിധം ഡാൻ അവളെയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് എത്തുന്നുണ്ട്. ഇവർ ഇങ്ങോട്ടേക്ക് വരുമ്പോ കരുതിയതുപോലെ യാതൊരുവിധ ആവശ്യമുള്ള കാര്യങ്ങളും ഇവിടെ നിന്ന് കിട്ടാതെയാണ് അവർ മടങ്ങുന്നത്. അങ്ങനെ ഡാനും ആൻഡ്രയും പെട്രീഷ്യയുടെയും അനിയത്തിയുടെയും കൂടെ കാറിനകത്തിരിക്കുകയാണ്. പെട്രീഷ്യയുടെ അറ്റു വന്ന കൈ ഡാൻ ഇപ്പോഴും കയ്യിൽ വെച്ചിട്ടുണ്ട്. അത് കണ്ടപാടെ ഒരു ഐഡിയ വരുന്ന ആൻഡ്രെ പെട്രീഷ്യയുടെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അറ്റുപോയ അവളുടെ കൈ കൊണ്ട് അത് ഫിംഗർ പ്രിന്റ് അൺലോക്ക് കൊടുത്ത് ഓപ്പൺ ആക്കാനായി നോക്കുന്നു. ആ ഒരു സമയത്താണ് അവളുടെ ആ അറ്റു വന്ന കൈക്കകത്ത് മാംസത്തിന് പകരം അവിടെ ധാരാളം പുല്ലുകൾ വളർന്നു നിൽക്കുന്നത് അവൻ കാണുന്നത്. അത് കണ്ട് ഡൗട്ട് തോന്നുന്ന അവൻ വേഗം തന്നെ ഇത് ഡാനിനെ കാണിക്കുമ്പോൾ കൊടിയ മഞ്ഞുവീഴ്ച ഉണ്ടായിട്ടും ആ ഒരു ഗോൾഫ് മൈതാനിയിലെ പുല്ലുകളിൽ മാത്രം മഞ്ഞില്ലാത്തതും അതും ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെ അങ്ങനെ മറിമായം സംഭവിച്ചു എന്നതും തനിക്ക് ഡൗട്ടായി മുന്നേ തോന്നിയ കാര്യം ഡാൻ ഓർക്കുന്നത്. അപ്പോ അവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയതെന്ന് മനസ്സിലാക്കുന്ന ഡാൻ ആൻഡ്രയുടെ കൂടെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു. അപ്പോഴേക്കും കമ്പനി വിട്ട ആ 2 സ്ത്രീകൾ കയ്യിൽ കരുതിയിരുന്ന ആന്റിഡോസ് ആ മൈതാനിയിൽ ഉപയോഗിക്കുകയാണ്. തുടർന്ന് അതുമൂലം അവിടെ ഉണ്ടായിരുന്ന വൈറസുകൾ നശിക്കുകയും മഞ്ഞ് വീഴാതിരുന്ന ആ ഒരു പുല്ലെല്ലാം ഇപ്പോൾ മഞ്ഞ് മൂടാനായി തുടങ്ങുകയും ചെയ്യുന്നു. അതായത് അവിടെ ഇപ്പോൾ നിർവീര്യമാക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡാൻ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ മുന്നേ കണ്ടതുപോലെ പളപള മിന്നുന്ന പച്ച പുല്ല് നിറഞ്ഞ മൈതാനി അല്ല കാണുന്നത്. എന്ത് ഇങ്ങനെയെന്ന് ഡൗട്ട് വരുന്ന ഡാൻ ആൻഡ്രയും പെട്രീഷ്യയും ആൻഡ്രയുടെ അനിയത്തിയും കൂടി ഒരുവിധം ഗോൾഫ് ക്ലബിന്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. പെട്രീഷ്യയെ അവൾ എങ്ങോട്ടേക്ക് മോടി പോകാതിരിക്കാൻ ഒരു മുറിയിലിട്ട് ഡാൻ അടയ്ക്കുന്ന ഇതേ സമയം തന്റെ അനിയത്തിയെ സേഫായി ഒരു സ്ഥലത്ത് ഇരുത്തുകയാണ് ആൻഡ്രെ. അതിനുശേഷം ആൻഡ്രയും ഡാനും കൂടി അവിടെ പരിശോധിക്കുമ്പോൾ ശരീരം ആസകലം പുല്ല് വളർന്ന നിലയിൽ ഒരു നായയുടെ മൃതദേഹം കാണുന്നു. നമ്മൾ മുന്നേ തുടക്കത്തിൽ കണ്ടില്ലേ സോംബിയായി മാറിയ ഒരു നായ ആളുകളെ കടിക്കുന്നത്. ആ നായ തന്നെയാണിത്. പെട്രീഷ്യയുടെ കൈക്കകത്തെ പുല്ലും ഈ പുല്ലും ഒക്കെ കാണുമ്പോൾ അപ്പോ ഇവിടെ നിന്ന് തന്നെയാണെന്ന് മുന്നേ ഡാനിന്റെ സംശയം വീണ്ടും ബലപ്പെടുകയാണ്. ഡാൻ അവിടെ കാണുന്ന ഈ വിചിത്രമായ കാഴ്ചകളെല്ലാം കയ്യിലുണ്ടായിരുന്ന പെട്രീഷ്യയുടെ മൊബൈലിൽ പകർത്തുന്നു. ഈ സമയം അനീതയുടെ ശബ്ദം കേൾക്കുന്ന ആൻഡ്രെ അവളെ അന്വേഷിച്ചു പോകുമ്പോൾ ഇരുത്തിയെടുത്ത് കുഞ്ഞില്ല. അവൾ എങ്ങോട്ടും പോകാതിരിക്കാനായി തടസ്സങ്ങൾ സൃഷ്ടിക്കാനായി അവൻ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതിന്റെ വിടവിലൂടെ അവൾ എങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് അവൻ മനസ്സിലാക്കുന്നു. അവൻ അവളെ വളരെ പേടിയോടെ അന്വേഷിക്കാനായി തുടങ്ങുകയാണ്. ഇതേ സമയം അവിടെ പരിശോധിച്ച് നടക്കുന്ന ഡാൻ അവിടെ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചിരിക്കുന്നത് കാണുന്നു. അപ്പോഴേക്കും മുന്നേ പട്രീഷ്യയെ രക്ഷിക്കാനായി വാട്ടർ ടാങ്കിനകത്തേക്ക് ഇറങ്ങിയ ഡാനിന്റെ ശരീരത്തിലേക്ക് വൈറസ് കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ മാറ്റങ്ങൾ ഇപ്പോൾ പ്രകടമാവുന്നു. പക്ഷെ ഒരു സോംബിയായി മാറുന്നതിന് മുന്നേ തന്നെ ആ സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കാനായി ഡാനിന് കഴിയുന്നു. ഇതേസമയം പൊട്ടേണ്ട സമയമായിട്ടും അകത്ത് വെച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടാത്തതിനെ തുടർന്ന് അതവിടെ വെച്ച കമ്പനിയിൽ നിന്ന് വന്നിരിക്കുന്ന ആ യുവതികൾ എന്താണെന്ന് അറിയാനായി വീണ്ടും ബിൽഡിങ്ങിനകത്തേക്ക് കടക്കുന്നു. ഇവരുടെ കമ്പനിക്കെതിരായ ഒരു തെളിവുകളും ഒരു രീതിയിലും ഇവിടെ അവശേഷിക്കരുത്. നാളെ ഒരു അന്വേഷണം വരുമ്പോൾ ഈ വൈറസിന് കാരണം കമ്പനി നടത്തിയ പരീക്ഷണമാണ് എന്നത് പുറം ലോകം അറിയാതിരിക്കാനായിട്ടാണ് അവർ ഇവിടെ സർവത്ര നാശമുണ്ടാക്കാനായി നോക്കുന്നത്. അവരാകട്ടെ നേരെ അകത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ആൻഡ്രയുടെ സഹോദരിയാണ്. അതൊരു കുഞ്ഞു കുട്ടിയായിട്ട് പോലും അതിനെ രക്ഷിക്കാനോ കൂടെ കൂട്ടാനോ ഒരു മനസ്സും തോന്നാത്ത അവർ അതിനെ കൊല്ലാനായി വൈറസ് അടങ്ങുന്ന ഒരു ക്യാപ്സ്യൂൾ അതിന്റെ വായിൽ വെച്ചു കൊടുക്കുന്നു. പാവം കുഞ്ഞ് അത് എന്താണെന്ന് അറിയാതെ അത് കഴിക്കുകയാണ്. അതിനുശേഷമാണ് ആൻഡ്രെ കുഞ്ഞിനെ കാണുന്നത്. അവൻ അനിയത്തിയും എടുത്തുകൊണ്ട് രക്ഷപ്പെടാനായി ശ്രമിക്കുമ്പോഴേക്കും ആ സ്ത്രീകൾ അവനെ വളയുന്നു. അവന്റെ വായിലേക്കും അവർ നിർബന്ധപൂർവ്വം അത് തിരികെ വെക്കുന്നു. കുഞ്ഞ് ബഹളം വെക്കാതിരിക്കാൻ അതിന്റെ വാ പൊത്തിപ്പിടിച്ചാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. അപ്പോഴേക്കും സോംബിയായി മാറിയിരുന്ന കുഞ്ഞ് അതിലൊരു സ്ത്രീയുടെ കയ്യിൽ കടിക്കുന്നു. മറ്റേ സ്ത്രീയുടെ കഴുത്തിലേക്ക് അപ്പോഴേക്കും വൈറസ് ബാധയേറ്റ് സോംബിയായി മാറിയ ഡാൻ എത്തി കടിക്കുന്നുണ്ട്. ആകെപ്പാടെ പാനിക് ആവുന്ന ആൻഡ്രെ എന്ത് ചെയ്യണമെന്നറിയാതെ പിറകോട്ടായുമ്പോഴാണ് അവിടെ നിലത്ത് മുന്നേ മൈക്കിളിന്റെ കയ്യിൽ നിന്ന് വീണ ആന്റിഡോസിൽ അവൻ ചവിട്ടുന്നത്. അത് ചവിട്ടി പൊട്ടിച്ച പാടെ അതിൽ നിന്ന് ഉയർന്ന പുക ഇപ്പോൾ സോംബിയായി അവിടെ മാറിയിരിക്കുന്ന ഡാനും അനിയത്തിക്കുട്ടിയും ശ്വസിക്കുന്ന സമയം രണ്ടുപേരും സോംബിയായി അധികം നേരം ആകാത്തത് കൊണ്ട് തന്നെ അവരുടെ ശരീരത്തിലുള്ള സോംബി വൈറസുകളെല്ലാം നിർവീര്യമായി അവർ പതിയെ പതിയെ നോർമൽ ആകുന്നു. പക്ഷേ ഭാഗ്യവശാൽ കൃത്യസമയത്ത് തന്നെ ഡാൻ നോർമൽ ആയതുകൊണ്ട് ആൻഡ്രയുടെ ജീവൻ രക്ഷപ്പെടുന്നു. കാരണം ആൻഡ്രയെ പോലും ആക്രമിക്കാനായി ഡാൻ ആ നിമിഷം ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്ന സ്ത്രീകളാകട്ടെ പരസ്പരം വെടിവെച്ച് മരിക്കുന്നു. കാരണം ഇനി ഇവിടെ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല. ഇവിടുത്തെ സൈന്യത്തിന്റെ കൈപ്പെട്ടാൽ തീർന്നു എന്ന് അവർക്കറിയാം. അങ്ങനെ അപ്പോഴേക്കും മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളെല്ലാം മീഡിയ വഴി പുറം ലോകം അറിയുന്ന രീതിയിലേക്ക് ആൻഡ്രെ കാര്യങ്ങൾ എത്തിക്കുന്നു. എങ്കിലല്ലേ സഹായത്തിന് ഇങ്ങോട്ടേക്ക് ഇനി ആളുകൾ വരും. ഈ ഒരു വാർത്ത ആൻഡ്രയുടെ അനിയത്തിയുടെ ആയായ കമേലിയെയും കാണുന്നുണ്ട്. അവർക്ക് ആൻഡ്രയെയും കുഞ്ഞനിയത്തിയും ആ ദൃശ്യങ്ങളിലൂടെ കാണുമ്പോഴാണ് അവർ ജീവനോടെ ഉണ്ടല്ലോ എന്ന ആശ്വാസമാകുന്നത്. അപ്പോഴേക്കും സൈന്യം രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നുണ്ടെങ്കിലും ചില ആളുകളെയൊക്കെ അവർ സോംബികളാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവൻ അവർ ഇൻഫെക്റ്റഡ് അല്ല എന്ന് അറിയിച്ചിട്ട് പോലും വെടിവെക്കുന്നത് നമുക്ക് കാണാം. ആ ഒരു കൂട്ടത്തിൽ തന്നെ തന്റെ സോംബിയായ മകളെ പ്രൊട്ടക്ട് ചെയ്യാനായി ശ്രമിക്കുന്ന എന്നാൽ ഇപ്പോൾ വൈറസ് ബാധയിൽ നിന്ന് മുക്തനായ ഡാനും മരണപ്പെടുന്നു. അതിക്രൂരമായാണ് സൈനികർ ഡാനിനെയും മകളെയും ചുട്ടുകൊല്ലുന്നത്. തന്റെ അനിയത്തിയെ അവർ കണ്ടാൽ ചിലപ്പോൾ കൊന്നേക്കാമെന്ന് ഭയന്ന് ആൻഡ്രെ അവരുടെ മുന്നിൽ പോകുന്നില്ല. അങ്ങനെ അതിനെല്ലാം ശേഷം സൈന്യം തിരിച്ചു പോകുമ്പോൾ മിച്ചമുണ്ടായിരുന്ന ഇൻഫെക്റ്റഡ് ആകാത്ത ചില ആളുകളുണ്ടല്ലോ, അവരിൽ മിക്കപേരും സൈനികരുടെ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാത്തവരാകട്ടെ കൊടിയ തണുപ്പിൽ തണുത്തുറഞ്ഞു മരിച്ചു. ഇതെല്ലാം കണ്ട് ഇനി രക്ഷപ്പെടാൻ തനിക്ക് ഒരു അവസരവുമില്ല, താനും അനീതിയും ഇവിടെ അവസാനിക്കും എന്ന് ആൻഡ്രെ പേടിച്ച് നിൽക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കമീലിയ അവനെ രക്ഷിക്കാനായി എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ കമീലിയയുടെ ബോട്ടിൽ കയറി തന്റെ അനീതിയുമായി രക്ഷപ്പെടുന്ന
സമയമാണ് ആൻഡ്രെ അത്രയും നേരം ഫോൺ അൺലോക്ക് ചെയ്യാനായി കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന പെട്രീഷ്യയുടെ കൈ ഉപേക്ഷിക്കുന്നത്. അങ്ങനെ അവർ കടലിലൂടെയാണല്ലോ ഈ ഒരു ദ്വീപിൽ നിന്ന് ഇപ്പൊ സഞ്ചരിച്ച് മറുകരയിലേക്ക് പോകാനായി ഒരുങ്ങുന്നത്. അവൻ ഉപേക്ഷിച്ച ആ കൈയാകട്ടെ അപ്പോഴേക്കും മീനുകൾ കൊത്തി തിന്നുന്നത് നമുക്ക് കാണാം. തുടർന്ന് പറയണ്ടല്ലോ, ആ മീനും ഒരു സോംബിയായി മാറുന്നു. അപ്പോ ഇവിടം കൊണ്ട് എല്ലാം അവസാനിച്ചെന്ന് ആൻഡ്രെ കരുതുന്നത് വെറും ഒരു തെറ്റിദ്ധാരണയാണ്. ഇത് മറ്റൊരു വിപത്തിന്റെ തുടക്കമാണ് എന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു സോംബി ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.